രണ്ട് ശക്തമായ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു. ലോകം ആശങ്കയോടെ സംഭവവികാസങ്ങൾ ഉറ്റുനോക്കുന്നു. രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപ് യുദ്ധപ്രഖ്യാപനം നടത്തിയതാണോ? റഷ്യയുടെ ആണവശേഷിയെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിച്ച റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിട്രി മെദ്വദേവിൻ്റെ പരാമർശങ്ങളാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. മെദ്വദേവിൻ്റെ പ്രകോപനപരമായ വാക്കുകൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമായാണ് ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. കൃത്യമായ ഭീഷണി തന്നെയാണ് ട്രംപ് മുഴക്കിയത്. യുക്രൈനിൽ വെടിനിർത്തലിന് സമ്മതിക്കണം, ഇല്ലെങ്കിൽ കനത്ത പുതിയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരും എന്ന താക്കീതാണ് ട്രംപ് നൽകിയത്. റഷ്യയ്ക്ക് 10 ദിവസത്തെ സമയമാണ് വൈറ്റ് ഹൗസ് നൽകിയത്. കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണെന്ന് വ്യക്തം. രൂക്ഷമായ പ്രതികരണമാണ് ട്രംപ് നടത്തിയത്. റഷ്യയുടെ പ്രവൃത്തികൾ അറപ്പുളവാക്കുന്നു. ഇങ്ങനെയാണ് ട്രംപ് തുറന്നടിച്ചത്. വെറും വാക്കുകൾ മാത്രമല്ല, ഇപ്പോൾ US ആയുധങ്ങളും സജ്ജമാക്കിയിരിക്കുകയാണ്. ഈ അന്തർവാഹിനികൾ ആണവ ബോംബുകൾ വഹിക്കുന്നുണ്ടോ, അതോ ആണവ ശക്തിയുള്ളതാണോ? ഇക്കാര്യം വ്യക്തമല്ല. എന്നാൽ അവയുടെ വിന്യാസം ശക്തമായ സന്ദേശം നൽകുന്നുണ്ട്. ട്രംപ് അന്ത്യശാസനങ്ങൾ ഉപയോഗിച്ച് അപകടകരമായ കളി കളിക്കുകയാണെന്നാണ് റഷ്യയുടെ സുരക്ഷാ കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനായ മെദ്വദേവ് ആരോപിച്ചത്. ഓരോ ഭീഷണിയും ലോകത്തെ ഒരു വലിയ സംഘടനത്തിലേക്ക് അടുപ്പിക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകി. ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ മുൻകരുതൽ എന്ന നിലയിലാണ് ട്രംപ് അന്തർവാഹിനി വിന്യാസത്തെ വിശദീകരിച്ചത്. വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അദ്ദേഹം എഴുതി. അശ്രദ്ധമായ പ്രസ്താവനകൾ അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. 2017 ഒരു ഏഷ്യൻ ഉച്ചകോടിയിൽ വെച്ച് ഇരുവരും മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ട്. ട്രംപിനെ തുറന്ന ഹൃദയമുള്ളവനും സതുദ്ദേശമുള്ളവനുമായി മെദ്വദേവ് അന്ന് വിശേഷിപ്പിച്ചു. അമേരിക്കയ്ക്ക് 1 ഡസനിലധികം ആണവശേഷിയുള്ള അന്തർവാഹിനികളുണ്ട്. ഈ കടൽ ഭീമന്മാർ അവരുടെ ആകാശ, കര, കടൽ ആണവ പ്രതിരോധത്തിൻ്റെ നട്ടെല്ലാണ്. കണ്ടുപിടിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഇവ അമേരിക്കയുടെ രഹസ്യ ആയുധങ്ങളാണ്. ട്രംപിൻ്റെ റഷ്യയ്ക്കുള്ള സമയപരിധി അടുത്ത ആഴ്ച അവസാനിക്കും. പക്ഷേ പുതിയ ഉപരോധങ്ങൾ പുടിനെ പിന്തിരിപ്പിക്കുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നില്ല. ഈ അന്തർവാഹിനികൾ ആണവായുധങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ടോ, അതോ അവ ആണവോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്നവയാണോ? അവ കൃത്യമായി എവിടേക്കാണ് പോകുന്നത്? എന്നാൽ റഷ്യയിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിലും അന്തർവാഹിനികളെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ റഷ്യയിൽ മറ്റൊന്ന് സംഭവിച്ചു. ഓഹരി വിപണി തകർന്നടിഞ്ഞു. റഷ്യൻ മാധ്യമങ്ങൾ ഞെട്ടലിലാണ്. വർഷങ്ങളായി അവഗണിക്കപ്പെടുന്ന മെദ്വദേവിൻ്റെ സാധാരണ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പെട്ടെന്ന് US പ്രസിഡന്റിനെ അസ്വസ്ഥമാക്കിയതിൽ പലരും ആശ്ചര്യപ്പെടുന്നു. അതേസമയം ട്രംപിൻ്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയിലേക്ക് പോകാനൊരുങ്ങുകയാണ്. പുടിനെ തന്നെ കാണാനാവും സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ യാത്ര. മാന്ത്രികനായ ട്രംപ് തൊപ്പിയിൽ നിന്ന് വലിച്ചെടുത്ത മുയലിനോട് വിറ്റ്കോഫിനെ ഒരു റഷ്യൻ വാർത്താ ഏജൻസി ഉപമിച്ചു. പക്ഷേ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ അവസാനിപ്പിക്കാൻ വിറ്റ്കോഫിൻ്റെ മാന്ത്രികത മതിയാകുമോ? അടുത്ത ആഴ്ച സമയപരിധി അവസാനിക്കുമ്പോൾ ലോകം കാത്തിരിക്കുകയാണ്. ഈ തർക്കം വെറും വാക്കുകളേക്കാൾ കൂടുതലായി മാറുമോ? റഷ്യയ്ക്ക് മാത്രമല്ല, ഇന്ത്യ, ചൈന തുടങ്ങിയ വ്യാപാര പങ്കാളികൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുള്ളതിനാൽ അപകട സാധ്യതകൾ മുമ്പൊരിക്കലും ഇത്രയും ഉയർന്നിട്ടില്ല. ഈ നാടകത്തിൻ്റെ അടുത്ത അധ്യായം എന്താകും? ലോകം ഉറ്റുനോക്കുന്നത് അതിലേക്കാണ്.